ജനങ്ങളുടെ ഇടയിലുള്ള പ്രതികരണം കൊണ്ടാണ് CPM അവസാനം തലകുനിക്കേണ്ടി വന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതും അതുപോലെ തന്നെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതും ഒക്കെ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം VD സതീശനും വന്നുകൂടായികയില്ല. ഇതൊക്കെ മുന്നിൽ. പക്ഷേ VD സതീശൻ ഒരിക്കലും NSSന്റെ തിണ്ണനിരങ്ങി താൻ ജയിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അല്ല, ശരിയായിട്ടും NSSന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരു മന്ത്രിയായിട്ട് പോലുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഈ രണ്ട് കാരണങ്ങൾ അദ്ദേഹത്തിനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വിഘാതമായിട്ട് നിൽക്കത്തില്ലേ? അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനായിട്ട് മുഖ്യമന്ത്രി കുപ്പായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അതിനൊരു വാദഗതി ഉണ്ടാക്കാം. പക്ഷേ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഒരു MLA ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാകാൻ യോഗ്യനല്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പോരായ്മ കൊണ്ടാണ് മറ്റെല്ലാവരും മാറ്റി നിർത്തി. അന്ന് പ്രഗത്ഭരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, PT തോമസ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു സംഘം MLA മാര് VD സതീശനെ പിന്തുണയ്ക്കുന്നതും VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതും. അതിനു മുമ്പ് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ MLA എന്നുള്ള നിലയിൽ ധനകാര്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ TM തോമസ് ഐസക്കുമായിട്ടൊക്കെയുള്ള സംവാദങ്ങളും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അങ്ങനെയൊക്കെ ഒരു നിയമസഭയെ നയിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് യുവ നേതൃനിര, UDF യുവ നേതൃനിര VD സതീശനെ പിന്തുണയ്ക്കുന്നത്.